ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എടുത്ത ഭാഗത്തേക്ക് നമ്മൾ വായിച്ച് തുടങ്ങുക. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം ആ ഭാഗം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യം 2-3 വാക്യം ഒന്ന് വായിച്ചു വിട്ടാട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-2-3 വാക്യങ്ങൾ. സോറി, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുകയും. നമ്മൾ എടുത്തിരിക്കുന്ന ഭാഗം, അതിനകത്ത് നടത്തിയെടുത്തിരിക്കുന്ന ഒറ്റ ഭാഗം, ഭൂമിയിൽ ഉള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ചിന്ത ഇതിലേക്കായിരിക്കും കടന്നു പോകുന്നത്. ഭൂമിയിൽ ഉള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ. ഒന്ന് സ്വതന്ത്രം ചെയ്യണേ. അതിനായി ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ നമ്മൾ നേൽപ്പിക്കാൻ പോകുകയാണ്. ഈ ക്ലാസ് കഴിയുമ്പോൾ ഭൂമിയുമായിട്ടുള്ള പല മണ്ഡലങ്ങളുടെ ബന്ധനങ്ങൾ പൊട്ടിമാറുന്ന അവസരമായി മാറ്റപ്പെടണം. അവൻ ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവിന്റെ ആത്മാവിൽ പൗലോസ്ലീഹ ഇത് എഴുതുന്നത്. അവൻ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ വരുമ്പോൾ ഭാഗം ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. റോമൻ കാരാഗ്രഹത്തിൽ 1-ാമത്തെ തന്റെ കാരാഗ്രഹവാസം, പരമപ്രധാനമായി തന്റെ 3 മിഷണറി ജേർണികളും യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ. അവൻ ഇതിനെ അടിസ്ഥാനമാക്കി തന്നെ ഏകദേശം 30 സഭകൾ താൻ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ആ തിരുവചനം പറയുന്നത്, ചരിത്ര പശ്ചാത്തലം പറയുന്നത്. അവൻ ഇവിടെ റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, അതിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല, റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവൻ എഴുതിയ ദൈവസഭയെ ഉദ്ദേശിച്ചും വിശ്വസ്തയോടെ നിന്ന ഭക്തന്മാരെ ലക്ഷ്യം വെച്ചും താൻ എൻകറേജ് ചെയ്യുവാനും കറക്റ്റ് ചെയ്യുവാനും, ടീച്ചിങ് മീൻസ് കറക്റ്റിംഗ് ആൻഡ് റിപ്രൂവിംഗ് ആൻഡ് എൻകറേജിംഗ് എന്ന്, അവൻ അവരെ ഒരുക്കി ശുദ്ധീകരിച്ച് ധൈര്യത്തോടെ നിർത്താൻ വേണ്ടിയാണ് ടീച്ചിങ്. അങ്ങനെയാണ് പൗലോസ്ലീഹ 21 ലേഖനങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായി 14 എബ്രായ ലേഖനോട് കൂടി പൗലോസ്ലീഹ എഴുതി. ബാക്കി ആമനുള്ള വ്യക്തികളെ കുറിച്ച് ഞാൻ എടുക്കുന്നില്ല. അത് യാക്കോബ്, യോഹന്നാൻ, യൂദ, അവൻ പത്രോസ് തുടങ്ങിയുള്ളവരെ ഇന്ന് രാത്രിയിൽ അതിലേക്ക് ഞാൻ കൊണ്ടുവരുന്നില്ല. അവൻ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായി, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എന്നാൽ ജീവിതത്തിൽ നോവുകൾ ഏറ്റിരിക്കുമ്പോൾ, കൈകളിൽ ചങ്ങല കിടക്കുമ്പോൾ, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ, താൻ ആത്മാവിൽ കണ്ട് സഭയുടെ പ്രത്യാശയെ കണ്ടിട്ട് സഭയെ ഉപദേശിക്കാൻ വേണ്ടി എഴുതിയ ഭാഗമാണ്. അതിൽ ഒരെണ്ണമാണ് ഇന്ന് രാത്രിയിൽ. അതിനകത്ത് ഒരു വാക്കാണ് നമ്മൾ വായിക്കാൻ ചിന്തിക്കാൻ പോകുന്നത്. അതിനെ പ്രിസൺ എപ്പിസ്റ്റൽ അല്ലെങ്കിൽ കാരാഗ്രഹ ലേഖനം എന്നറിയപ്പെടുന്നു. പൗലോസിന്റെ ലേഖനങ്ങളെ പരമപ്രധാനമായി 3ആയി തിരിക്കുന്നു. ഒന്ന്, പൗലോസിന്റെ പൊതുലേഖനങ്ങളിൽപ്പെട്ട ലേഖനങ്ങളുണ്ട്. അവൻ അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. റോമാലേഖനം, കൊരിന്ത്യ ലേഖനം, അവൻ ഗലാത്യ ലേഖനം, ഇതൊക്കെ അവൻ തന്റെ പൊതുലേഖനങ്ങളിൽ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. അടുത്തത് തന്റെ കാരാഗ്രഹ ലേഖനത്തിലുള്ള 4 ലേഖനങ്ങൾ. അതിങ്ങനെയാണ്: എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന്റെ ലേഖനം. ഫിലോമോൻ ഒറ്റ അധ്യായം ഒരു വ്യക്തിക്ക് എഴുതുന്നത് പോലെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ ഉയരത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് അതിനെ വരച്ച് കാണിച്ചിരിക്കുന്ന, തന്റെ ജീവിതത്തെ എടുത്തു കാണിച്ചിരിക്കുന്ന ഭാഗമാണ് ഫിലോമോന്റെ ലേഖനം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഫിലോമോന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയ, മോഷ്ടിച്ചല്ലെങ്കിൽ ഒളിച്ചോടി എങ്ങനെയോ റോമൻ കാരാഗ്രഹത്തിൽ, ഇവന്റെ വീട്ടുകാരാഗ്രഹത്തിന്റെ അടുത്തേക്ക് എത്തപ്പെടേണ്ട ഒരു സാധുവായ പയ്യൻ, അവൻ അടിമയായി ഒരു അടിമയെ പോലെ ഇറങ്ങി വന്ന അവനെ കുറിച്ച്, ഒനേസിമോസിനെ കുറിച്ച് പൗലോസിന് ഒത്തിരി കാര്യം പറയാനുണ്ട്. അത് ഞാൻ പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. എങ്കിലും അതിനേക്കാൾ കൂടുതൽ പറഞ്ഞത്, ക്രിസ്തുവിന് വേണ്ടി വർഷങ്ങളായി നിന്ന് അവൻ ഫിലേമോനോട് പറയുകയാണ്, നീ ചെയ്തതൊക്കെയും ഞാൻ ഓർക്കുന്നു, പക്ഷേ നീ എന്നെ കടമാക്കി വെച്ചുകൊണ്ട് ഇവനെയും കൂടെ നീ ഉൾക്കൊള്ളണം. ആത്മസ്നേഹത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഒരു പകരക്കാരനായി മാറുവാൻ ആഗ്രഹിക്കുന്ന, ക്രിസ്തുവിന് തുല്യമായി ഒരു റിക്കൺസിലിയേഷൻ, ക്രിസ്തുവിന് തുല്യമായി ഒരു റാൻസമായി, ക്രിസ്തുവിന് തുല്യമായി ഒരു വീണ്ടെടുപ്പിന്റെ പ്രക്രിയ നടത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്ന പൗലോസ്ലീഹ അങ്ങനെയാണ് ഫിലോമോന്റെ ലേഖനം എഴുതി ചേർക്കുന്നത്.
നിൽക്കട്ടെ. എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പ്യ ലേഖനം, ഇതിന് മൂന്നിനും വളരെ അർത്ഥങ്ങളുണ്ട്. ഫിലിപ്പ്യ ലേഖനം തൊട്ടാൽ നമ്മള് ആഴ്ചകൾ പഠിക്കേണ്ട, അതിലേക്കും പോകുന്നില്ല, എഫേസ്യ ലേഖനത്തിലേക്കും പോകുന്നില്ല. പക്ഷേ എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഒരേ കാലയളവിൽ എഴുതപ്പെട്ട ലേഖനങ്ങളെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആദ്യത്തെ തന്റെ കാരാഗ്രഹവാസമായ 61 മുതൽ 58 മുതൽ തുടങ്ങിയതാണെങ്കിലും 61നും 63നും AD 61നും 63നും ഇടയിൽ എഴുതപ്പെട്ട 2 ലേഖനങ്ങളാണ് എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം. അവൻ ഈ 2 ലേഖനങ്ങൾ താൻ ഒരുമിച്ച് എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമയങ്ങൾ വ്യത്യാസം അധികമില്ലാതെയാണ് ഇത് രണ്ടും എഴുതുന്നത്. എഫേസ്യ ലേഖനം താൻ എഴുതുവാനൊരു കാര്യമുണ്ട്. അത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മഹിമയെ വർണ്ണിക്കുന്ന 6 അധ്യായങ്ങളടങ്ങിയ ഒരു ലേഖനമായിട്ട് തുടക്കത്തിൽ യേശുവിന്റെ പ്രൈസലോ യഥാർത്ഥമാകുന്ന വീണ്ടെടുപ്പിനെ കുറിച്ചും പ്രൈസലോ പരിശുദ്ധാത്മാവിനെ നൽകിയതിനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രക്രിയ സകലത്തെയും ജയിക്കുന്ന ആയുധമായി മാറുന്നതിൽ കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്തു. അങ്ങനെ പ്രൈസലോ ശരീരത്തെ കുറിച്ച് പറഞ്ഞ പൗലോസ്ലീഹായിക്ക് ആത്മാവ് അടുത്തത് വെളിപ്പെടുത്തിയത് ശരീരത്തിന് എപ്പോഴും ഒരു ശിരസ്സുണ്ട്. സഭയാം ശരീരത്തെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ താൻ രൂപപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ചിത്രീകരിച്ചിട്ട് എഴുതിയിട്ട് താൻ അടുത്തത് പറയുന്നതാണ്, ഈ ശരീരത്തിന് ഒരു തലയുണ്ട്. അതാണ് കൊലോസ്യ ലേഖനമായി കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പറയണം, എഫേസ്യ ലേഖനം ഒരു ശരീരമായി ദൈവസഭയുടെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമായി നിൽക്കുന്നെങ്കിൽ കൊലോസ്യ ലേഖനം ക്രിസ്തു സഭയുടെ ശിരസായി നിൽക്കുന്നതാണ്. ശരീരവും ഉടലും അല്ലെങ്കിൽ ഉടലും തലയും ഒരുമിച്ച് ചേർന്ന ഒരു വലിയ വിജയത്തിന്റെ, ഈ ലോകത്തിന്റെ ഒന്നിനും ഒതുക്കാൻ കഴിയാത്ത ഒരു വലിയ വിജയത്തിന്റെ ലേഖനമാണ് ഫിലിപ്പ്യ ലേഖനമെന്നും കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അടുത്ത ചോദ്യം, ഡേറ്റ് നമ്മൾ അറിഞ്ഞു, വ്യക്തിയെ നമ്മൾ അറിഞ്ഞു. ഇനി ആർക്കാണ് ഇത് എഴുതുന്നെന്നുള്ളത് സമയം ചുരുക്കം കൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പോകുകയാണ്. കൊലോസ്യയിലുള്ളതും ലവോദിഷ്യയിലുള്ളതും ലവോദിക്കയിലുള്ളതുമായ വിശ്വാസികൾക്ക് വേണ്ടി താൻ എഴുതുന്ന ലേഖനമാണ്. അതുകൊണ്ടാണ് താൻ വ്യക്തമായി പറഞ്ഞ ഈ ലേഖനം കൊലോസ്യയിൽ മാത്രമുള്ളവർക്ക് വായിച്ചു പഠിപ്പിച്ചാൽ പോരാ, ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ഇപ്പൊ ആരും ബൈബിൾ വായിക്കരുത്. എനിക്ക് നിർബന്ധമാണ്, ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ആരും അന്നേരം വായിക്കരുത്. കാര്യം ഞാൻ വായിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് മനസ്സിലാകത്തില്ല. നിങ്ങൾ വായിക്കുന്നത് പിശാചിന്റെ ഏറ്റവും വലിയ ടെക്നിക്കാണ്. പ്രൈസലോ പ്രസംഗിക്കുമ്പം ബൈബിൾ വായിച്ചോണ്ടി, അല്ലെ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ബൈബിൾ വായിച്ചു. നിങ്ങൾ എഴുതിയിടുക, ഞാൻ പറയുന്ന ഏത് കാര്യത്തിന്റെ ഡൗട്ട് 2 ദിവസം കൂടെ ഞാൻ ഇവിടെ ഉണ്ട്, ക്ലിയർ ചെയ്തേച്ച് പോകും. നമ്പർ പ്രിയച്ചാന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റർ ജോൺ മാത്യുവിന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ചിലരെങ്കിലും ഇവിടെ അറിയാവുന്നവരുണ്ട്. പ്രൈസലോ അവരിൽ കൂടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞതിന്റെ ആശയം, ഞാൻ പറയുന്നതിനകത്തുള്ള അതോറിറ്റി ഞാൻ തന്നെ ആയിരിക്കും, നിങ്ങളുടെ പാസ്റ്റർ വേറെ ആരുമല്ല. അതിനാ വചനം പഠിച്ചിട്ട് തന്നെ പഠിപ്പിക്കണമെന്നുള്ള ചിന്തയിൽ വന്നത്. അതുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൽ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്, ആർക്കാണ് എഴുതിയെന്നുള്ളതിനെ കുറിച്ച് 2-3 കാര്യം ഞാൻ പറയാം. കൊലോസ്യയിൽ വിശ്വാസത്തിന്റെ ശക്തിയിൽ ഉറച്ചു നിന്നവർക്ക് വേണ്ടി, കൊലോസ്യയിൽ കർത്താവിന് വേണ്ടി എന്തുമായി തീരാൻ വേണ്ടി 1-2 അധ്യായം ഈ ഡോക്ടറിനാണ് പഠിപ്പിക്കുന്നത്. അതിന് ഇങ്ങനെ ചിത്രീകരിക്കാം, 1-2 അധ്യായം ഡോക്ടറിനൽ ടീച്ചിങ്ങിലേക്ക് പോവുകയാണ്. എന്താണ് ഈ ഡോക്ടറിനൽ ടീച്ചിങ്? ഉപദേശ സംബന്ധമായ വിഷയങ്ങൾ. എന്താണ് ഉപദേശം? ഭക്തിക്കും ശക്തിക്കും ചേരുന്നതെല്ലാം ഉപദേശമാണ്. ഒന്നുകൂടെ വാക്കെടുത്ത് പറയുന്നു, ഭക്തിക്കും ശക്തിക്കും ചേരുന്നതെല്ലാം ഉപദേശമാണ്. ഒന്നുകൂടെ പറയാം, ഒരു റിപ്രൂഫിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ഒരുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ ധൈര്യപ്പെടുത്തി ക്രിസ്തുവിങ്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഉപദേശമായി നമ്മൾ കാണുന്നു. എന്നാൽ ഉപദേശത്തെ കുറിച്ച് വ്യക്തമായി പഠിക്കുമ്പോൾ യേശു എന്താണ് കാണിച്ചു തന്നത്, അതാണ് നമ്മുടെ ഉപദേശം. ദാറ്റ്സ് എ ട്രൈയൂൺ ഗോഡ്. തൃത്വത്തിൽ മൂന്നാമനായ ക്രിസ്തു, അല്ലെങ്കിൽ തൃത്വത്തിൽ അടങ്ങിയ ക്രിസ്തു, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന സാക്ഷാൽ സകലത്തിലും സർവവുമായ സർവശക്തനായ ക്രിസ്തുവിനെ കുറിച്ചാണ് ഇതിനകത്തെ പ്രതിപാദ്യ വിഷയം. 1-2 അധ്യായം അങ്ങനെ ടീച്ചിങ് പറഞ്ഞിട്ട് 1-2 അധ്യായത്തിൽ അന്ന് ഉണ്ടായിരുന്ന പ്രൊമിനന്റ് ആയിരുന്ന വളരെ ശക്തമേറിയ രീതിയിൽ നിലനിന്നിരുന്ന സഭയെ അറ്റാക്ക് ചെയ്യുന്ന 3 ഉപദേശങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക.
ഏത് സമയത്തും ഉറച്ചു നിൽക്കുന്ന സഭയാണ് പിശാചിന് ഇഷ്ടമല്ലാത്തത്. ഉറച്ചു നിൽക്കുന്ന ദൈവമക്കളെയാണ് പിശാചിന് ഇഷ്ടമല്ലാത്തത്. 3 ഉപദേശങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ജുഡായിസം ടീച്ചിങ്, യഹൂദ മതത്തിന്റെ ആചാരങ്ങൾ, ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കലുകൾ. ഗലാത്യ ലേഖനം അതിനെ എടുത്തുണർത്തുന്ന പൗലോസിന്റെ ലേഖനം തന്നെയാ. പരിച്ഛേദന ഏൽക്കാതെ ഒരുവൻ പൂർണ്ണമാകുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലേക്ക് വന്നാലും സ്നാനപ്പെട്ടാലും അവൻ പരിച്ഛേദനയുടെ കർമ്മങ്ങളിൽ കൂടെ ഡൂസ് ആൻഡ് ഡോൺസ് വിത്ത് എഫോർട്ട് ഓഫ് ഹിസ് ഓൺ ലൈഫ്, അവന്റെ ജീവിതത്തിന്റെ ശക്തി കൊണ്ട് ന്യായപ്രമാണത്തിന്റെ തികവ് പൂർത്തീകരിക്കാത്ത ഒരുവന് എറ്റേണൽ കിങ്ഡം അറ്റൈൻ ചെയ്യാൻ കഴിയത്തില്ലെന്ന് ജുഡായിസം പഠിപ്പിച്ചു. ആ പഠിപ്പിൽ നിൽക്കുമ്പോൾ തന്നെ അടുത്തതായിട്ടുള്ള ആളുകൾ കയറി വരികയാണ്. അവരിങ്ങനെയാണ് പറഞ്ഞത്, there is a mystical teaching, mysticism, asceticism is there. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇതാണ്, ക്രിസ്തുവിനെ ആരാധിക്കാൻ അല്ലെങ്കിൽ സഭയിലുള്ള ദൈവമക്കൾ ആരാണോ എല്ലാം വിട്ടിട്ട് അതിൽ തുടരുത്, ഉപയോഗിക്കരുത്, മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. ഇതൊക്കെ ശരീരത്തിന് ആരോഗ്യമുണ്ടാക്കും. എന്നാൽ ആരോഗ്യത്തെ കൊന്നെടുക്കണം. നമ്മുടെ ഇടയിലും ഉണ്ട് ചിലരങ്ങനെയൊക്കെ. ആരോഗ്യത്തെ 2 രീതിയിലുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. ഒന്ന്, ആഹാരത്തോട് അമിത ആഹാരം, അതും പാപമാണ്. 2, ദൈവം തന്നിരിക്കുന്നത് സന്തോഷത്തോടെ ഭക്ഷിക്കാനുള്ളത്, ഗുണമായതാണ്. ദൈവസഭയാം ശരീരത്തിന് ദോഷം വരാത്തതാണ്. അത് കുടിക്കാനുള്ളതും ഭക്ഷിക്കാനുള്ളതും അരുത് എന്ന് ദൈവവചനത്തിൽ പറയാത്തതെല്ലാം നമുക്ക് അനുഗ്രഹമാണ്. ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടാ കർത്താവ് സ്കെയിലില്ല, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ചെതുമ്പലില്ലാത്ത മീനുകൾ ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത്? അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഏറ്റവും കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വലിയ മീനുകൾ അധികം കഴിക്കരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിലും ഡോക്ടർമാർ പറയുന്നത്, സ്കെയിലുള്ള ചെതുമ്പലുള്ളതിനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകാൻ കഴിയുന്നത്. പോകട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല, ഇതിലേക്ക് തന്നെ കടന്നു വരുന്നു. എന്നാൽ അന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ഫിലോസഫേഴ്സ്, അവർ മിസ്റ്റിസിസവും അസെപ്റ്റിസിസവും, മിസ്റ്റിസിസം എന്ന് പറയുന്ന അവർ അന്ന് പഠിപ്പിച്ചിരുന്ന മർമ്മങ്ങളാണെന്ന് പറയുന്ന എയോൺ ഗോഡ്സിനെ കുറിച്ചും ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡ്, ആത്മീയ ചിന്തകളുടെ പൂർത്തീകരണം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക ഒരു കൂട്ടം പറയുമ്പോൾ അടുത്തത് പറഞ്ഞില്ല, ഭക്ഷണം മുഴുവനും ഒഴിവാക്കണം. ഇങ്ങനെ 2 തട്ടിൽ സഭയെ കലക്കാൻ തുടങ്ങി. അവർ ജ്ഞാനം കുറഞ്ഞവരല്ല, ജ്ഞാനം കൂടിയവരാ. അടുത്തതായ ഒരു ടീം അന്ന് നിലനിന്നിരുന്നു, ഹ്യൂമൻ ഇൻവെൻഷൻസ് ആൻഡ് ട്രഡീഷൻസ്, പാരമ്പര്യങ്ങളിലേക്കും. മാത്രമല്ല, 2-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി, ഇതിനകത്ത് കിടപ്പുണ്ടതല്ല. ആത്മീയ ചിന്തകളാൽ മനുഷ്യരെ വഞ്ചിക്കുന്നവർ, ആ കാര്യത്തെ കുറിച്ച് ശക്തമായി 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുക, ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് കൂടാതെ മറ്റൊന്നുണ്ട്, ജഡത്തിൽ അവതരിച്ചിട്ടില്ല. ജസ്റ്റ് ലൈക്ക് എ ഫാൻഡം, എയോൺസ് ആണെന്ന് പറയുക, മറ്റുള്ളതിനെ പോലെ ഒരു രൂപമാണെന്ന് പറഞ്ഞ് ദുരുപദേശത്തിന്റെ 3 ഘടകങ്ങൾ കൊലോസിയിലുള്ള സഭയെ തകർക്കാൻ നോക്കിയപ്പോൾ അന്ന് അവിടെ ഇരുന്ന പാസ്റ്ററായിരുന്ന അദ്ദേഹത്തിനൊരു പേരുണ്ട്, എപ്പഫ്രാസ് എന്ന അദ്ദേഹത്തിന്റെ പേര്. ആം ഐ കറക്റ്റ്? നിങ്ങളും വചനം പഠിക്കുന്നവരാ. എപ്പഫ്രാസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് 2-3 വാക്ക് പറയും. ഇദ്ദേഹം ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തൊരു വിഷയം, അൺഎഡ്യൂക്കേറ്റഡ്, അല്ലെങ്കിൽ ഒന്നുകൂടെ തിയോളജിക്കൽ പരമായിട്ട് തനിക്ക് വലിയ ദൈവശാസ്ത്രം അറിയത്തില്ല, ഇതിനെ എങ്ങനെ കണ്ടിക്കണമെന്ന് അറിയത്തില്ല. കാരണം ആ കൊലോസിയിലും ലവോദിക്കയിലുമുള്ള അച്ചായന്മാർ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും മൂപ്പന്മാർ എന്ന് പറയുന്നവർ ഇദ്ദേഹത്തെക്കാൾ പ്രായമുള്ളവരും പാരമ്പര്യമുള്ളവരും ജുഡായിസം ബാക്ക്ഗ്രൗണ്ട് ശക്തമായി അറിയാവുന്നവരും, മാത്രമല്ല റോമൻ ശക്തിയുടെ യവനായ ചിന്തകളിൽ ഏറ്റവും ഉന്നതമായിരുന്നു. ഈ 3 എണ്ണം തന്റെ മുമ്പിൽ വരുമ്പോൾ ഇന്നുള്ള ചില അപ്പച്ചന്മാരോട് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെന്നിട്ട് അല്ലെ നാട്ടിൽ ചെല്ലുമ്പം, എന്റെ കുഞ്ഞ് മലയാളത്തിൽ വളരെ തപ്പാൻ ശ്രമിക്കും. ഞാൻ പറയും, ഒരു തപ്പും വേണ്ട, മലയാളം സംസാരിച്ചേ പറ്റത്തുള്ളൂ. സോദരം, ഇംഗ്ലീഷ് സംസാരിച്ചില്ല, നമുക്കൊരു സ്റ്റാൻഡേർഡ് മോശം പോലൊരു ചിന്തയുണ്ട്. നാട്ടിൽ ചെല്ലുമ്പോൾ അപ്പച്ചന്മാരിലേക്ക്, അതെനിക്കറിയാവോ എന്തുവാന്ന്, വല്യപ്പച്ചന്മാരിലേക്ക് മുമ്പ് പറയുന്ന പോലെ ഇതുപോലെയായിരുന്നു എപ്പഫ്രാസിന്റെ മുമ്പിൽ ഇവരെടുത്ത കളികൾ മുഴുവനും. 3 ശക്തികൾ ശക്തമായി നിൽക്കുമ്പോൾ സഭയെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് മനസ്സിലായപ്പോൾ ഈ എപ്പഫ്രാസ് പൗലോസിന്റെ അരികിൽ ചെല്ലുകയാണ്. എന്നാൽ
ഇവന് ചില എക്സ്പീരിയൻസ് ഉണ്ട്. അവൻ പ്രൈസലോ വചനത്തിൽ വലിയ തെളിവ് ഇല്ലാഞ്ഞപ്പോൾ അറിയത്തില്ലെന്ന് മനസ്സിലാക്കി പൗലോസിന്റെ അരികിലേക്ക് താൻ പോയി വീട്ടുതടങ്കലിലായിരിക്കുന്ന കാരാഗൃഹത്തിലായിരിക്കുന്ന പൗലോസിന്റെ അരികിലേക്ക് അവൻ പ്രൈസലോ ഈ എപ്പഫ്രാസ് ചെല്ലുകയാണ്. എപ്പഫ്രാസിന്റെ 3 ക്വാളിറ്റികൾ ഒന്ന് എനിക്ക് പറയണം. അവൻ അതിനെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈസ് ദ ലവ്ലി വൺ എന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ സ്നേഹ സമ്പന്നനായ ഒരുവനെന്ന, അവൻ സ്നേഹത്തിന്റെ നിറവായൊന്നെന്ന പൗലോസ്ലീഹ തന്നെ കുറിച്ച് പറയുന്നത്. അടുത്തത് അവനെ കുറിച്ച് പറയുകയാണ്, he is a faithful minister of God. ദൈവത്തിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. Shishrushkan means servant. Servant means praise the bonded slave. Bonded slave means he has no permission to do anything without the permission of the master. യജമാനന്റെ ഇഷ്ടമല്ലാതെ ഒന്നും ചെയ്യാത്ത ഒരുവൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇച്ചിരൂടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയാൽ ഈ എന്റെ പ്രിയ സഹോദരൻ, പ്രിയ മകനായിരിക്കുന്ന എപ്പഫ്രാസ് എന്ന് തന്നെ കുറിച്ച് പറയാൻ കാരണമുണ്ട്. പൗലോസിന്റെ ശുശ്രൂഷയിൽ ഏഷ്യ മൈനറിൽ എവിടെ വെച്ചോ ശുശ്രൂഷിച്ചപ്പോൾ ആ ശുശ്രൂഷയിൽ കൂടെ വിശ്വാസത്തിൽ വന്നിട്ട് ജീവിതത്തിന്റെ തീഷ്ണത നിമിത്തം, സുവിശേഷത്തോടുള്ള സ്നേഹം നിമിത്തം കടന്നു എന്ന് താൻ തന്നെ തുടങ്ങിയ എപ്പഫ്രാസ് തുടങ്ങിയ ഒരു സഭയാണ് കൊലോസിയിലുള്ള സഭയെന്നാ പറയുന്നത്. അവന് ലവോദിക്കയിലെ സഭയും അതിനോട് ബന്ധപ്പെട്ട ഒരു സഭയാണെന്നാ പറയുന്നത്. ഇതിൽ രണ്ടിലേക്ക് ഞാൻ പോകുന്നില്ല. ഏകദേശം 12 മൈലോളം ദൂരമുള്ള പ്രൈസലോ എഫെസോസിലേക്ക് പോകാനുള്ള റൂട്ടിന്റെ സൈഡിലാണ് ഈ സഭകളെല്ലാം. പ്രൈസലോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടേക്ക് കടന്നു വരട്ടെ. ഇങ്ങനെ അവൻ ഏറ്റവും പ്രിയനായ വിശ്വസ്ത ശുശ്രൂഷകനായ അടുത്തത് തന്നെ കുറിച്ച് പറയുകയാണ്. പ്രൈസലോ ഹിസ് ഡിയർ ഫെലോ, ഏറ്റവും അടുത്ത സുഹൃത്ത്. 3 ബന്ധങ്ങൾ പൗലോസ് യേശുവിൽ നിന്നും പിടിച്ചു വാങ്ങിയത് തന്റെ സഹഭൃത്യനായിരിക്കും അല്ലെങ്കിൽ സഹപാഠിയായിരിക്കുന്ന എപ്പഫ്രാസിലേക്ക് കൈമാറുന്നു. എന്താ ഇതിന്റെ അർത്ഥം? പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാനായിരിക്കുന്നത് പോലെ നിങ്ങളുമായിരിക്കുന്നുവെങ്കിൽ ഞാൻ അതിൽ പ്രശംസിക്കുന്നു. ക്രിസ്തുവിന്റെ മാതൃക വന്നവരാണ് ക്രിസ്തുവിന്റെ ദാസന്മാർ. അവരുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, ജീവിതത്തിൽ, ഇടപാടിൽ, രഹസ്യവും പരസ്യമായ മണ്ഡലത്തിൽ ക്രിസ്തുവിന്റെ പ്രദർശനശാലയായി തീരുന്നെങ്കിൽ അവർക്കാണ് കൈമാറാനുള്ളത്. അടുത്തൊരു വ്യക്തിയെ കുറിച്ച് അവൻ എന്റെ ഡിയർ ഫെലോയാണ്. അതിന്റെ ഏറ്റവും അർത്ഥം ഇതാണ്, എന്നെ അടർത്തി മാറ്റാൻ കഴിയാത്ത, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നാണ് അതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് പറയുക, പൗലോസ് എപ്പോഴും പറയുന്നത് പോലെ, റോമാലേഖനത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ ദൈവത്തിന്റെ ഒരു ബോണ്ട് സ്ലേവാണ്, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ഞാൻ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ദാസനാണ്, ക്രിസ്തുവിന്റെ സഹഭൃത്യനാണ്, ക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അന്നും പറയുവാൻ ചിലരുണ്ടായിരുന്നു. ഇന്നയുടെ നാടുകളിലും ചിലരുണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. വെറും ചെറിയൊരു സഭയല്ല, വലിയ സഭയാണ് കൊലോസിയിലുള്ള സഭ. ഈ സഭയിലുള്ള പാസ്റ്ററുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അവൻ ഫെയ്ത്ത്ഫുൾ മിനിസ്റ്റർ ഓഫ് ഗോഡ്. ഇന്നും ഏകദേശം 30ഓളം വർഷമായി കർത്താവിന്റെ വില 30 കഴിയുകയാണ്. വേലക്കിറങ്ങി ഇന്ന് വരെ ഞാൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ, ഞാൻ അപ്രയോജനപ്രത്യനാ, പക്ഷെ നീ എന്നെ ഫെയ്ത്ത്ഫുൾ മിനിസ്ട്രിയിലേക്ക് എത്തിച്ച് ഇന്ന് വരെയും എന്റെ രഹസ്യവും പരസ്യമായി ജീവിതത്തെ കാത്തു സൂക്ഷിച്ച അങ്ങയുടെ വീണ്ടെടുപ്പിന്റെ വിലയ്ക്കായി നന്ദി എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മുടെ മിടുക്കുകൊണ്ടല്ല വിശ്വസ്തത, ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ എസൻസ് നമ്മളിലേക്ക് പകർന്ന് നമ്മളിൽ അവന്റെ സ്വഭാവമാക്കുന്നതിനാ വിശ്വസ്തത എന്ന് പറയുന്നത്. നിൽക്കട്ടെ, ഇനി ഇതിലേക്ക് വരുന്നു. 3 ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1 ഏത് സമയത്ത് എഴുതി, 2 എവിടെ വെച്ച് എഴുതി, 3 ഞാൻ പറഞ്ഞത് പ്രൈസലോ ആരുടെ കയ്യിലാണ് ഇത് കൊടുത്തു വിട്ടത്? അത് അവിടുത്തെ പാസ്റ്ററുടെ കയ്യിലാണ്. ഇനി ആ സഭ അഭിമുഖീകരിച്ച വിഷയം ഞാൻ പറഞ്ഞു. എനിക്ക് ഡയറക്റ്റ് ആ വാക്യത്തിലേക്ക് കയറിയാൽ മതി. പക്ഷെ എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ മറക്കരുത്. എന്നെ മറന്നാലും പറയുന്ന വാക്കുകൾ മറക്കാതിരിക്കട്ടെ, അതിനുവേണ്ടി ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പൗലോസ്ലീഹ കഷ്ടതയുടെ ആഴത്തിൽ കിടക്കുമ്പോഴും തന്റെ ഹൃദയത്തെ പകരുന്നതാണ് ഈ 4 അധ്യായങ്ങൾ. ഞാൻ പറഞ്ഞു, ആദ്യത്തെ 2 അധ്യായങ്ങളിൽ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് 3-ാം അധ്യായത്തിലുള്ള ഒരു ഉന്നതിയിലേക്ക് ദൈവസഭയെ വലിച്ചു കയറ്റുവാൻ ശ്രമിക്കുന്ന
ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപദേശത്തെ ജനത്തിന് കൈമാറുവാൻ വെമ്പൽ കൊള്ളുന്ന ബലത്തിന്റെ വ്യാപാര ശക്തിയിൽ വിശ്വസിക്കുന്ന, തന്നിൽ കൂടെ വ്യാപരിക്കുന്ന വചനത്തിന്റെ ജ്ഞാനത്തിന്റെ അളവറ്റ വലിപ്പം ജനത്തിന്റെ കയ്യിൽ കൈമാറുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു പൗലോസ്ലീഗയെ നമ്മൾ കാണുന്നേ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന, ചങ്ങലയിട്ട് കിടക്കുന്ന ഒരുവനെയല്ല, അവൻ റോമൻ ശക്തിയുടെ അടിമത്വത്തിൽ കിടക്കുന്ന ഒന്നിനെയല്ല, ലോകത്തിൽ ജഡത്തെ മുഴുവനും ബന്ധിച്ചുവെന്ന് തോന്നിയാലും അകത്തളത്തിൽ ക്രിസ്തു പകർന്ന വീണ്ടെടുപ്പിന്റെ ശക്തിയെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഉയർപ്പിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ജ്ഞാനത്തിന്റെ മർമ്മം സഭയ്ക്ക് കൈമാറുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവൻ ഭൂമിയിലുള്ള മണ്ഡലങ്ങളിലേക്കല്ല, ഉയരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠതയുടെ മർമ്മങ്ങൾ തിരിച്ചറിയുവാൻ നമ്മുടെ മൈൻഡിനൊരു ചേഞ്ച് വരട്ടെ. അതാ ഇവിടെ പറയുന്നത്. നമ്മുടെ മൈൻഡ് ചേഞ്ച് ആകാത്ത കാലത്തോളം നമ്മൾ ചേഞ്ച് ആകത്തില്ല. പൗലോസിന്റെ പഠിപ്പിക്കൽ എപ്പോഴും ഉള്ളതാണ് രണ്ട് വാക്കുകൾ. ഒന്ന്, റിന്യൂവിംഗ് മൈൻഡ്, അവൻ പുതുക്കപ്പെടുന്ന മനസ്സ്. രണ്ട്, മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഇത് രണ്ടും തന്റെ പഠിപ്പീരിന്റെ ശക്തമേറിയ കാര്യങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, പുതുക്കപ്പെടുന്ന മനസ്സ്. അത് ആരാധനയിൽ പുതുക്കപ്പെടുന്ന മനസ്സ്. അവൻ എന്ന് തിരുവചനത്തിൽ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അവൻ do not confound with the praise of the world, but you must praise the Lord, renew your mind, അവൻ for the glory of the Lord. ക്രിസ്തുവിന്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി, for the transformation you must renew your mind. അവൻ നിങ്ങളുടെ മനസ്സിനെ പുതുക്കണം. എന്തിനു വേണ്ടി? ദൈവം വെച്ചിരിക്കുന്ന ആ വലിയ രൂപാന്തര ശക്തിയിലേക്ക് എത്തേണ്ടതിന്. അങ്ങനെയെങ്കിൽ പൗലോസിന്റെ ടീച്ചിങ് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചാൽ അവൻ കാണാൻ കഴിയുന്നത് ഒരു രോഗശാന്തിയിലോ അതിനേക്കാളൊക്കെ ഉയരത്തിൽ നിൽക്കുന്ന ദൈവീയ സ്വർഗത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് തന്റെ ലേഖനങ്ങൾ ദൈവാത്മാവിൽ താൻ എഴുതുന്നത്. ഏകദേശം 75 അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ പകുതി വാക്യങ്ങളും എഫേസ് ലേഖനത്തിൽ ഉള്ള വാക്യം തന്നെയാണ് കൊലോസ് ലേഖനത്തിലും. ചോദ്യം, എന്തിനാണ് ഇങ്ങനെ എഴുതിയത്? സ്വതന്ത്രം. അർത്ഥങ്ങളിൽ ഏകദേശം പ്രീസുല രൂപവ്യത്യാസമില്ലാത്ത രീതിയിലും അവൻ പ്രീസുല ആവർത്തിച്ച് രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകുന്നു എന്ന് പറഞ്ഞാൽ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമാക്കേണ്ടതിന് ഈ താഴ്വരയിൽ, ഈ ഭൂമിയിൽ വ്യാപരിക്കുന്ന ശക്തിയിൽ നിന്ന് പിടിച്ചു കയറ്റിക്കൊണ്ടുപോകുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു പൗലോസ്ലീഗയെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നയുടെ നാളുകളിലും ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ദുരുപദേശന്റെ ശക്തികളെ ദൈവമക്കൾ തിരിച്ചറിയണം. കഴിഞ്ഞിടയിൽ ഇന്ന് ഒരു പാസ്റ്ററിനെ വിളിച്ചോട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു. പാസ്റ്റർ, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അവൻ കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ഒരു ഭാഗത്തിലെ അവൻ ചിലരിനോട് ചോദിക്കാറുണ്ടായിരിക്കുന്ന സഭ മഹോ ഉപദ്രവത്തിൽ കൂടെ കടന്നു പോകുമോ? ഒരിക്കൽ ഞാൻ നഖശികാന്തം എതിർത്തു. സഭ ഒരിക്കലും അവൻ പ്രീസലോ ആമൻ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുകയില്ല. ആമൻ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പഠിച്ചു വന്നപ്പം സഭ എന്നുള്ളതിന് ചിലർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. മണവാട്ടി സഭ ഒരിക്കലും ആമൻ പ്രീസലോ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകുകയില്ല. എന്നാൽ സഭയിൽ നിന്ന് കൈവിടപ്പെടുന്ന വിശ്വാസികളും കാണും, ഉപദേശിമാരും കാണും. അവന്റെ മണവാട്ടിയായി നിൽക്കുന്നവരല്ലെങ്കിൽ ശുദ്ധയും നിഷ്കളങ്കയുമായിട്ടുള്ള എഫേസ് ലേഖനം 5-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ അവൻ ഭാര്യയും ഭർത്താവിനെയും ചിത്രീകരിച്ചുകൊണ്ട് സഭയെ ചിത്രീകരിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാനിതെന്റെ സഭയെ കുറിച്ച് പഠിപ്പിക്കുന്നത് അത്രേ, അവരെ ശുദ്ധയും നിഷ്കളങ്കയുമായി നിർത്തേണ്ടതിന് വചനം എന്ന ജലസ്നാനത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ വചനം പഠിച്ച് നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് അവൻ ഉത്തമമാക്കുന്നത് അവനൊത്ത് ഉത്തമമാകണം. നമുക്കൊത്ത് കർത്താവിനെ പണിയുന്നവരായി തീരരുത്, അവനൊത്ത് നമ്മളെ പണിയണം. സോദരം പല ദൈവദാസന്മാർക്കും പല ദൈവമക്കൾക്കും പറ്റുന്നത് അവരവരുടെ സാഹചര്യത്തിന് അനുസരിച്ച് ക്രിസ്തുവിനെ വളയത്തിലിട്ട് കറക്കി സ്വോത്രം ചെയ്യാറുണ്ട്. അത് ചെയ്യരുത്. അവൻ പിന്നെയോ ദൈവവചനത്തിനൊത്ത് നമ്മളെ ഒരുക്കുന്നവരായി മാറ്റപ്പെടണം. സോദരം അവൻ ഒരു കൂട്ടം, എനിക്ക് ഏറ്റവും വലിയ ലക്ഷ്യം ഇന്നുള്ളതിനേക്കാൾ അടുത്തൊരു തലമുറയാണ്.
അടുത്ത തലമുറ എന്നുള്ളത് ഈ കൊച്ചു കുഞ്ഞുങ്ങളാ. അവൻ കഴിഞ്ഞ ദിവസം എടുത്ത് ബൈബിൾ സ്റ്റഡി എടുത്ത് ഇന്ന് എന്നോട് രാവിലെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ എനിക്ക് എന്റെ മോനാണ് ഏറ്റവും കൂടുതൽ പാസ്റ്ററുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ചോദിച്ചു അതെന്താ? സാധാരണ പാസ്റ്റർമാരെ ഇഷ്ടമല്ലാത്ത പിള്ളേരാണ്, യൗവനക്കാരാണ്. അന്നേരം പലയിടത്തുനിന്ന് ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങളെയാ. അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ മോനോടൊരു ദൂത് പറഞ്ഞതാ. അവൻ കറക്റ്റ് അവനോടൊരു ദൂത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം മോനാണോ അറിയോ? ആണല്ലോ. രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മ, ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വരുന്നത്. അവൻ കറക്റ്റ് അവൻ കർത്താവിന്റെ ദൂത് ഓർമ്മ വന്നപ്പോൾ എന്റെ ഉള്ളിൽ പെട്ടെന്ന് തട്ടി. അവൻ ഇവനെ ഭയങ്കര ഒരു ടീച്ചറാക്കി കർത്താവ് മാറ്റും. കുറിച്ചിട്ട് ഒരു ഭയങ്കര അഭിഷേകത്തിന്റെ അളവറ്റ വലുപ്പമാക്കി അവനെ മാറ്റും. പക്ഷെ നീ വചന പഠനത്തിൽ അധികമായി നീ ശ്രദ്ധ വെച്ചോണം. അവൻ അങ്ങനെയെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കാനുള്ള ഒരു സമർപ്പണം പോലെ ദൈവാത്മാവ് ഒരു സമർപ്പണം തരും. കണ്ണു തുറന്ന് പ്രവചിച്ചാൽ ചിലർക്കൊന്നും പ്രവചനമാകില്ല. നമ്മുടെ ചെറുമോട്ടി എന്ന് കുറച്ചു നേരം നിന്ന് കറക്കി അവൻ അരമണിക്കൂർ മെസ്സേജിനകത്ത് കളഞ്ഞാലേ നമുക്ക് വിശ്വാസം വരും അത് പ്രവചനമാണ്. സ്തോത്രം. അതല്ല പ്രവചനം. അവൻ പ്രസംഗിക്കാനും പഠിപ്പിക്കാനുള്ള സമയത്ത് അരമണിക്കൂർ കളയാൻ ആ പാടെ എനിക്ക് 1 മണിക്കൂർ ഉണ്ട്. ഞാനതൊരു അരമണിക്കൂർ മോന് വേണ്ടി വിട്ടാൽ പറ്റും. പക്ഷെ ഇടയ്ക്ക് ദൈവാത്മാവുന്ന അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ഈ ദൂതൊന്ന് കൈമാറി എന്നുള്ളതേ ഉള്ളൂ. അവൻ പ്രൈസ് എവിടേക്ക് കടന്നു വരുന്നു. അവൻ ഇവിടുത്തെ വാക്യത്തിലേക്ക് വരിക. ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനകത്ത് ആരെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവൻ ഈ 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. നമ്മളെ കർത്താവ് വീണ്ടെടുത്ത് എവിടെ ഇരുത്തിയിരിക്കുന്നു? സ്വർഗത്തിലിരുത്തി. ഈ ഉയരത്തിൽ എന്ന് പറയുന്ന ഇതാ, സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. എപ്പോഴും അവൻ ഗ്രീക്ക് വാക്കുകൾ പഠിക്കുമ്പോൾ ഇതിൽ 2 കോൺട്രഡിക്ടറിയാ കാണുന്നത്. ഒന്ന്, ഉയരത്തിലുള്ളതിന് ഓപ്പോസിറ്റ് ആയിട്ട് അവൻ താഴ്ചയിലുള്ളത് കാണുന്നു. ഉയരത്തിൽ എന്നുള്ളതിന് സ്വർഗത്തിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്നവിടെ പറഞ്ഞിരിക്കുക. ക്രിസ്തു എവിടെ ഇരിക്കുന്നു? അവൻ where is Jesus is sitting? He is sitting on the right side of the Father. അവൻ ഉയരത്തിലിരിക്കുക. എങ്ങനെ ഇരിക്കുന്നു? അത് എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള 19 മുതലുള്ള വാക്യങ്ങൾ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. വാഴ്ചകളെയും സകലത്തെയും കാൽക്കീഴാക്കിക്കൊണ്ട് 2-ാം അധ്യായം അതിന്റെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും കാണാൻ കഴിയുന്നു. അവൻ സകല ആയുധങ്ങളെയും കാൽക്കീഴാക്കേണ്ടതിന് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ കാണിച്ച ഒരു മരണത്തിന്റെ പ്രായശ്ചിത്ത ബലിയുണ്ട്. നമ്മള് സ്നാനത്തെ കുറിച്ച് അറിയുന്നതിനേക്കാൾ 2-ാം അധ്യായം 1-ാം അധ്യായം കൂടെ ചേർത്ത് പഠിക്കണം. കൊലോസ്യ ലേഖനത്തില് അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന റിഡംഷൻ വർക്ക് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. റിഡംഷൻ പഠിക്കണമെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന 3 സ്റ്റേജ് പഠിക്കണം. റിഡംഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു മാർക്കറ്റിൽ നിന്നും വിലയ്ക്ക് വാങ്ങി ഒരുവനെ പുറത്തു കൊണ്ടുവന്ന് കെട്ടടിച്ച് സ്വതന്ത്രമായി വിടുന്നതിന് 3 സ്റ്റേജസാ. അതിന് 3 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുന്നത് ലുട്രോൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ വില കൊടുത്തു വാങ്ങി. ഇറ്റ്സ് എ റാൻസം amount God has given and ransom of praise the Lord Jesus Christ എന്ന് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ വില കൊടുത്തുള്ള വാങ്ങൽ. അവൻ രണ്ടാമതായി പറയുന്നത് അവൻ പ്രൊപ്പിറ്റിയേഷൻ ആയി തീരും എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തമായി നിൽക്കും. ലേവ്യ പുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു. യാഗപീഠത്തിൽ അല്ലെങ്കിൽ പുരോഹിതൻ 2 മൃഗങ്ങളെ കൊണ്ടുവന്ന് ഒന്നിനെ യാഗമായി അർപ്പിച്ചിട്ട് മറ്റൊന്നിനെ ഹസസലിന് വേണ്ടി പ്രൈസ് വിട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരുഭൂമിയിലേക്ക് വിടണം. മലയാളത്തിൽ അങ്ങനെ വാക്കെങ്കിലും അവിടെ ഇങ്ങനെ പറയുന്നു. അതിനെ അതിന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവൻ വിശ്വാസികളുടെ അല്ലെങ്കിൽ അവൻ യഹൂദ മതത്തിലുള്ള ദൈവജനത്തിന്റെ സകല പാപങ്ങളെ ചുമത്തിക്കൊണ്ട് അതിനെ മരുഭൂമിയിലേക്ക് വിടുകയാ. സകല പാപങ്ങളെ ചുമത്തി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് തന്നവൻ, അവൻ നമുക്ക് വേണ്ടി പ്രൈസലോ അവൻ ഇന്നും കർത്താവിന്റെ മുമ്പിൽ അവൻ പിതാവിന്റെ മുമ്പിൽ അവന്റെ രക്തം കൊണ്ട് പക്ഷപാതം ചെയ്യുന്ന എബ്രായ ലേഖന കർത്താവ് വിളിച്ചു. ദാറ്റ്സ് എ പ്രൊപ്പിറ്റിയേഷൻ. പ്രായശ്ചിത്തമാണെന്ന് പറയുക. അതിനപ്പുറമായ ഒരു അറ്റോൺമെന്റ് നടന്നു. എന്താണ് ഇതിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ, സ്നാനപ്പെടുന്നവർക്കല്ല രക്ഷ. എടുത്തിയാൻ പറയുന്നു, സ്നാനമല്ലാതെ രക്ഷ നടക്കുന്നത്. വീണ്ടെടുപ്പിന്റെ നാഥനായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് എനിക്ക് പകരം അറ്റുവൺമെന്റ് എനിക്ക് പകരമായി ഒരുവൻ ആ ക്രൂശിൽ മരിച്ചു. എനിക്ക് വേണ്ടി ഒരു മല മുതൽ ഗബത്തയിൽ കൂടെ ഗോൽഗത്ത വരെയും അവൻ അടികളേറ്റു തകർന്നു തരിപ്പണമായി എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഞാൻ കൊള്ളേണ്ടതിന് പകരക്കാരനായി. അതാണ് അറ്റുവൺമെന്റ്. അവൻ എനിക്ക് വേണ്ടി, ഞാനൊരു പാപിയെന്നുള്ള ലോക കോടതികളുടെ മുമ്പിൽ, സ്വർഗീയ കോടതിയുടെ മുമ്പിൽ ഭാവിയായി എന്നെ ഒരു കാരാഗൃഹത്തിൽ ഇട്ടെടുത്തു നിന്നും വില പറഞ്ഞ കർത്താവിനെ വിലയ്ക്ക് വാങ്ങി. അതാണ് റാൻസം. അവൻ പ്രൈസല എന്ന് പറഞ്ഞാൽ
യഹൂദന്മാരുടെ മുമ്പിൽ പീലാത്തോസ് ചോദിച്ചു, രണ്ടെണ്ണത്തെ നിർത്തിവിട്ട് ചോദിച്ചു, ഒന്ന് ബറബാസിനെ വേണോ? ബറബാസ് എന്നുള്ളതിന്റെ അർത്ഥം അവൻ പ്രൈസലോ അവൻ ഫാദറിന്റെ മകൻ അല്ലെങ്കിൽ അപ്പന്റെ മകൻ എന്നതിന്റെ അർത്ഥം. അവൻ ഫാദർ എന്നതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, അതിലേക്ക് പോകുന്നത് സൺ ഓഫ് ഫാദർ എന്ന്. അവൻ അപ്പന്റെ മകൻ. രണ്ടുപേരെ നിങ്ങൾ ശ്രദ്ധിക്കുക. സാക്ഷാൽ സ്വർഗീയ ഉന്നതിയിലെ അപ്പന്റെ മകൻ ഒരിടത്ത് നിൽക്കുന്നു, മറ്റൊന്ന് താഴ്വരയിലെ ഭൂമിയിലെ അപ്പന്റെ മകനായ ബറബാസ് നിൽക്കുന്നു. ലോകം തിരഞ്ഞെടുത്തത്, യഹൂദ മതങ്ങൾ തിരഞ്ഞെടുത്തത് ഒരിക്കലും സ്വർഗത്തിലെ അപ്പന്റെ മകനെയല്ല. അവൻ ലോകത്തിലെ അപ്പന്റെ മകനെ പിടിച്ചു മേടിച്ചിട്ട് അവൻ നമുക്ക് അവൻ വേണേ അവിടെ ഒന്ന് മാറിപ്പോകാമായിരുന്നു. നമുക്ക് പകരമായി വില പറഞ്ഞ് വിലയേൽപ്പിക്കപ്പെടുന്ന സാക്ഷാൽ ക്രിസ്തുവിനെ നമുക്ക് കാണാം. വിലയേറിയ ക്രിസ്തുവിന്റെ മരണം ഇന്ന് പകൽക്കാലം എനിക്കും നിനക്കും വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലെ ഒരു ദുഷ്ട ഉപദേശങ്ങൾ നിന്നെ തിരിച്ചു കൊണ്ടുപോകരുത്. നിന്റെ പാരമ്പര്യങ്ങൾ നിന്നെ തിരിച്ചു കൊണ്ടുപോകരുത്. ലോകത്തിലെ ഒരു ശക്തിയും നിന്നെ കുലുക്കരുത്. പിന്നെയോ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിൽ നീ ഉറച്ചു നിൽക്കുന്നവരായി തീരണം. അതാ ഉയരത്തിലെ ചിന്ത. ഉയരത്തിലേക്ക് ഒരു ചിന്തിക്കുക. നേരം പറഞ്ഞു, ഈ ഉയരത്തിലെ ചിന്ത നിങ്ങൾക്ക് വരണമെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ. രണ്ടാമത് അവസാനിക്കുന്നത് മരിച്ചുവെങ്കിൽ, അവനോടുകൂടെ മരിച്ചുവെങ്കിൽ. അവൻ ആ വാക്കിനെ വളരെ ചിന്തിപ്പിച്ചതാണ്. ഇതിന്റെ എല്ലാം ഗ്രീക്ക് വേർഡുകൾ എനിക്ക് പറയണമെന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. അതിനകത്ത് ഇങ്ങനെ മോർട്ടൽ ആമൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മോർട്ടൽ ഡെത്ത് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ പ്രാകൃതമായ ശരീരത്തെ അല്ലെ ജഡത്തെ കീഴ്പ്പെടുത്തുന്ന. പൗലോസിന്റെ രണ്ട് പഠിപ്പീരാണ് ദ ഫ്ലഷ് കൺട്രോളിംഗ് മൈൻഡ് ആൻഡ് ദ സ്പിരിറ്റ് കൺട്രോളിംഗ് മൈൻഡ്. ആമൻ പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 7-ാം അധ്യായത്തിലും പലയിടങ്ങളിലും ഇത് കാണാൻ കഴിയുന്നു. ആമൻ മൈൻഡ് എന്നുള്ളൊരു വിഷയം തന്റെ പഠിപ്പീരിൽ ശക്തമാണ്. അതുകൊണ്ട് ഈ രണ്ട് വാക്ക് താൻ ഉപയോഗിച്ചത്. ഒന്ന്, അന്വേഷിക്കണം ഉയരത്തിലുള്ളത്. രണ്ട്, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അടുത്ത് തന്നെ ആ വാക്കെന്നെ ഉപയോഗിച്ചത് എനിക്ക് വലിയ ഇഷ്ടമായ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. ആ വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. സ്വതന്ത്രം. എത്ര പേർക്ക് ബോധമുണ്ട് ഞാൻ മരിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്? ഹല്ലേലൂയ. എന്താണ് മരിച്ചത്? പാപസംബന്ധമായി മരിച്ചു, പാപത്തിനായി മരിച്ചു. റോമാലേഖനം 6-ാം അധ്യായം കൂടി ചേർത്ത് പഠിക്കേണ്ടതാ. ഈ 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യം കൂടി ചേർത്ത് പഠിക്കണം. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, അവനോടുകൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തോടുകൂടിയായി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹൈഡ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് ഉപയോഗിച്ചിട്ട് കൺസീൽ ചെയ്തിരിക്കുകയാണെന്ന്. എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവ പൈതൽ അവൻ മാനസാന്തരത്തിൽ കൂടെ അവൻ പ്രൈസലോ സ്നാനത്തിലേക്ക് കടന്നു വരും. അങ്ങനെ അവൻ വീണ്ടും ജനനത്തിലേക്ക് കടക്കുന്നു. വീണ്ടും ജനനം നടന്നവൻ ഓർത്തുകൊള്ളുക, അവന്റെ അവയവങ്ങളെ ക്രിസ്തുവിനായി സമർപ്പിച്ച അനീതിയുടെ ആയുധങ്ങളായിരുന്ന ആ സ്ലേവിൽ നിന്നും അടിമത്വത്തിൽ നിന്നും ക്രിസ്തുവിനായി ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ അടിമയായി തീരുവാൻ അവയവങ്ങളെ സമർപ്പിക്കുന്നു. So mind is renewing by the power of the Lord Jesus Christ and controlling by the Holy Spirit. അങ്ങനെ അതിന് പഠിക്കുന്നത്. അവൻ മൈൻഡിൽ ഒരു റിന്യൂവിങ് നടന്നിട്ട് ഒരു രൂപാന്തരം. എന്താ രൂപാന്തരം? ഇനി ഞാൻ എനിക്കുള്ളവനല്ല. അവർ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം. ഇനി നിങ്ങൾ താങ്താങ്ങൾക്കുള്ളവരല്ല, അവൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുക? He already purchased you. അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഇനി നിങ്ങൾ താങ്താങ്ങൾക്കുള്ളവരല്ല എന്ന് പറഞ്ഞാൽ I crucified my hand with the Lord Jesus Christ. I crucified my eyes and my thoughts and everything. Amen. Praise the Lord with the Lord Jesus Christ. Amen. അനേക സമയങ്ങളിൽ ഈ താഴ്വരയിൽ, ഈ താഴ്ചയുള്ള ഭൂമിയിൽ എന്റെ ശരീരമായിരിക്കുമ്പോൾ അവൻ മണ്ണിൽ നിന്ന് എടുത്തിരിക്കുകയാൽ മണ്ണിലേക്ക് ഒരു ആകർഷണമുണ്ട്. പക്ഷേ എന്നെ റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാ. ഇന്ന് പകൽക്കാലം നിന്റെ ശരീരത്തിൽ, രാത്രി നിന്റെ ശരീരത്തിൽ വാഴുന്ന പാപശക്തികൾ നിന്നെ അടിമത്തമാക്കി ഉയരത്തിലേക്ക് കടത്തിവിടാതെ താഴ്വരയിലിട്ട് വട്ടം കറക്കുന്ന ദുർശക്തികൾ ഉണ്ടെങ്കിൽ ആത്മാവിൽ നീ വിളിച്ചു പറ, എന്നെ വീണ്ടെടുത്തിരിക്കുകയാ, എന്റെ കണ്ണിനെ അവൻ വീണ്ടെടുത്തിരിക്കുകയാ, എന്റെ കൈയെ അവൻ വീണ്ടെടുത്തിരിക്കുകയാ, എന്റെ നാവിനെ അവൻ വീണ്ടെടുത്തിരിക്കുകയാ. എന്തിനെന്നറിയാമോ? ഉയരത്തിലെ വാഴ്ച എനിക്ക് തരാൻ വേണ്ടിയാ. ഭൂമിയിലായിരിക്കുമ്പോൾ അങ്ങനെ ഒരു വാഴ്ച ഉണ്ടോ? ഉണ്ട്. അവൻ അങ്ങനെ ഒരു മണ്ഡലമുണ്ട്. അത് പ്രാർത്ഥിച്ചാൽ മാത്രം പറ്റത്തില്ല. ജീവിതം പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ ഒരുക്കപ്പെടണം.
അവൻ ആത്മാവിൽ ആരാധിക്കുന്നതോറും ഒതുക്കപ്പെടണം. അല്ലെങ്കിൽ ഓർത്തോണം, we are just like a drama people. അവൻ ഡ്രാമ കാണിക്കുന്നത് പോലെ എങ്ങനെയോ വന്നിരുന്നേച്ചു പോകുകയാ. എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവി ദൂത് നിങ്ങൾക്ക് ഇങ്ങനെ കൈമാറുന്നു, നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാ. അവൻ ദൈവമക്കളെ, നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാ. നിങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചിരിക്കുകയാ. ക്രിസ്തുവിൽ നിങ്ങളുടെ പാപ സംബന്ധമായി മരിച്ച് അവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്ഥാനത്ത് മരിച്ചപ്പോൾ നിങ്ങൾ മരിച്ചതിന് തുല്യമായി മാറിയിരിക്കുകയാ. അങ്ങനെയെങ്കിൽ നിങ്ങൾ അവനിൽ കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുന്ന വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒരു ദുർശക്തികൾക്കും എന്നെ തൊടാൻ കഴിയത്തില്ല. എന്റെ അവകാശത്തെ തൊടാൻ കഴിയത്തില്ല. എന്റെ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലാണ്. ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാ. പുനരുത്ഥാന ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ ദൈവമാ. അന്നേരം ഉയരത്തിലെ ചിന്ത വ്യാപരിക്കണമെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി പ്രാപിക്കണം. ഒന്ന് മരിക്കണം, രണ്ട് അടക്കപ്പെടണം, മൂന്ന് ഉയർത്തെഴുന്നേൽക്കണം. ഇതൊക്കെ നിന്ന് പറഞ്ഞുകൊണ്ടെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തുസിയ എന്നൊരു ഗ്രീക്ക് വേർഡ് ഉപയോഗിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ആർക്കും കഴിയാത്ത ഒരു മണ്ഡലത്തിൽ അവൻ നിന്നെ ഉയർപ്പിച്ചിരിക്കുക. യു റേസ്ഡ് ആൾറെഡി. അവൻ നീ ഉയർത്ത്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? പൈതലെ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ കുടുംബത്തിൽ പാരമ്പര്യമായി ജീനോളജി വെച്ച് നിന്നെ ബന്ധിക്കുന്ന ശക്തികൾ, അമ്മയുടെയോ അപ്പന്റെയോ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം 2-3 കാര്യങ്ങൾ വിളിച്ചു പറയണം. എന്റെ അപ്പന്റെ കൈ അനേക ദോഷം ചെയ്തു കാണും, പക്ഷെ ഇവിടെ എന്റെ കർത്താവിനെ ക്രൂശിച്ചിട്ടുണ്ട്. അവൻ ഈ കൈ ഞാൻ യേശുവിൽ അടക്കിയിട്ടുണ്ട്. ഈ കൈ ഉയർത്തെഴുന്നേറ്റ കൈയ. അർത്ഥക മനഗത രഹസ്യ. ഇന്ന് രാത്രി രോഗിയായിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോട് ദൂതിയം കൈമാറുക. നിന്നെ അടിമപ്പെടുത്താൻ മറ്റുള്ളവരെ പോലെയുള്ള രോഗശക്തികൾ നിന്റെ മേലിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ നിന്ന് രാത്രിയിൽ വിളിച്ചു പറയണം, ഇല്ല, നടക്കുകയില്ല പിശാചേ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാ. ഹല്ലേലൂയ. ആകയാൽ 2-3 കാര്യങ്ങൾ പൗലോസ്ലീഗ 5 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞു. അവൻ 5 മുതൽ ഏകദേശം 9 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് put to death and put off ആണ്. ഒന്ന്, ഇനിയും നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് പൗലോസ്ലീഗ എപ്പോഴും പറയുന്ന കൊരിന്ത്യ ലേഖനത്തിൽ ഞാൻ ദിനംപ്രതി മരിക്കുന്നുവെന്ന. ഓ, എന്തിനു മരിക്കണം? ലോകത്തിന് മരിക്കണം. ഹല്ലേലൂയ. ജഡീയ സ്വഭാവങ്ങൾക്ക് മരിക്കണം. അർത്ഥന മനഗത രഹസ്യ. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് 5-6 കൂട്ടം സ്വഭാവങ്ങൾ. അവനവിടെ പറഞ്ഞിട്ടുണ്ട്. ഭാഗമെല്ലാം എടുത്ത് വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. 6 കൂട്ടം വാക്കുകളോടെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഓടിച്ചു വിടാം. ഒന്ന്, അവൻ ഫോർണിക്കേഷൻ. നീ കൊല്ലണം. അതിനെ അവിടെ കൊല്ലുക എന്ന് പറഞ്ഞു. അതിന് പറഞ്ഞിരിക്കുന്ന കൊല്ലണം. ദിനം പ്രതി ഒരിക്കൽ ക്രിസ്തുവിൽ പാപത്തിനായി മരിച്ച പൈതൽ അതിനൂടെ പാക്കേജ് എല്ലാം കിട്ടിയില്ല. ചിലർ പഠിപ്പിക്കുന്ന ഗ്രേസ് കൊണ്ടങ്ങ് പൊതിഞ്ഞിരിക്കുക. പിന്നെ പൊതിഞ്ഞുകൊണ്ടൊന്ന് പെട്ടിക്കകത്ത് വെച്ചേക്കല്ലയോ? അങ്ങനല്ല. ഈ ഭൂമിയിൽ നീ ഒരു യോദ്ധാവിനെ പോലെ കൃപ കിട്ടിയ ദൈവ പൈതൽ, നീ നിന്റെ അവയവങ്ങളിൽ പഴഞ്ചൻ പലതും കയറി അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഫോർണിക്കേഷൻ നീ കില്ലിയണം. Fornication, adultery, unwanted sexuality, lesbianism, intercourse with animals, തുടങ്ങിയുള്ളതെല്ലാം പറഞ്ഞിരിക്കുന്ന ദുഷിച്ച പ്രവണതയിൽ പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ ഒരുപക്ഷെങ്കിൽ അതിശയം തോന്നിക്കാണും. ആത്മപരിവേഷമിട്ട് ആത്മാവിൽ ആരാധിക്കുന്ന പല യൗവനക്കാർ അവരുടെ ജീവിതത്തിൽ പേഴ്സണലായി ഞാൻ കൗൺസിൽ ചെയ്ത് ചെല്ലുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്ററെ, എനിക്ക് ഇന്ന വിഷയത്തിൽ ജയിക്കാൻ കഴിയുന്നില്ല. അവൻ ഇന്ന് രാത്രിയിൽ ഒരു ദൂതി ഞാൻ കൈമാറട്ടെ. ഈ കാലഘട്ടത്തിന്റെ മീഡിയാസും മറ്റുള്ളതും കൊണ്ട് നിന്റെ കണ്ണിനെ യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരുവൻ കണ്ണിൽ തെറ്റാതിരുന്നാൽ അവൻ വായിൽ തെറ്റുന്നു. എന്നാൽ ഓർത്തുകൊള്ളുക, സകലത്തെയും കടിഞ്ഞാണിടുവാൻ കഴിവുള്ള ഒരു കൃപയാണ് ദൈവാത്മാവ് തന്നതെങ്കിൽ അത് ദിനം പ്രതി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ദിനം പ്രതി എക്സസൈസ് ചെയ്യണം. അതിന് നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കണം. ദിനം പ്രതി ആരാധിക്കണം. എന്തിനാ അന്യഭാഷയിൽ ആരാധിക്കുന്നത്? പിശാചിന് മനസ്സിലാകത്തില്ലെന്ന് ആ ഭാഷ. അതുകൊണ്ട് ആത്മാവിൽ നിറവ് വേണമെന്ന് പറയുന്നത് പിശാചിന് മനസ്സിലാകത്തില്ല. നിന്നെ ഇമോഷനിൽ ഇളക്കുന്ന, മൈൻഡിൽ ഇളക്കുന്ന ദുർശക്തി വരുമ്പോൾ നീ വിളിച്ചു പറയണം. അവൻ ഏദൻ തോട്ടത്തിൽ വെച്ച് 3-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് പഠിച്ചാൽ കാണുന്നത് മൈൻഡ് കൺട്രോളിങ് സ്പിരിറ്റ്. അവൻ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റ് അല്ല, പിന്നെയും മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റാ. മനസ്സ് എന്ത് പറയുന്നു അത് ആത്മാവനുസരിച്ച് സോൾ അനുസരിക്കുന്നു. എന്നാൽ അവൻ ക്രിസ്തുവിൽ ഒരുവൻ വീണ്ടെടുപ്പ് നടന്നു കഴിയുമ്പോൾ ഓർത്തുകൊള്ളുക, സ്പിരിറ്റ്
കൺട്രോൾ മൈൻഡാണ് നമുക്ക് ലഭിക്കുന്നത്. മനസ്സിനെ ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ വ്യാപരിക്കുന്നത്, ഞാനല്ല ക്രിസ്തുവത്രേ എന്നെ നിയന്ത്രിക്കുന്നത്, ഞാനല്ല അതിനെ നോക്കുന്നത്, ക്രിസ്തുവിൽ കൂടെ ഞാൻ നോക്കുകയാണ്. രണ്ട്, തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് കൈമാറുന്നു. ഒന്ന്, പിതാവായ ദൈവം നമ്മളെ ക്രിസ്തുവിന്റെ കയ്യിലുള്ള രക്തത്തിൽ കൂടെ അവൻ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നത് പോലെ അവൻ ക്രിസ്തുവിന്റെ മക്കളായ നമ്മൾ ലോകത്തെ കാണേണ്ടത്, ഓർക്കേണ്ടത് യേശുവിന്റെ രക്തത്തിൽ പൊതിഞ്ഞ കണ്ണുകൊണ്ട് കണ്ടാൽ ആത്മാവ് ഇങ്ങനെ ദൂത് വിളിച്ചു പറയുന്നു, നിന്നെ സൂക്ഷിക്കേണ്ട സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് സൂക്ഷിക്കുക. അതാണ് ഉയരത്തിലെ ചിന്ത. ഇത് അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാകണം. അവൻ ജോലിയിലെ പ്രൊമോഷൻ അന്വേഷിക്കുന്നതിനേക്കാൾ, അവൻ മറ്റുള്ളത് അന്വേഷിക്കുന്നതിനേക്കാൾ ഈ നാളുകൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ക്രിസ്തുവിൽ ചില അന്വേഷണ ബുദ്ധിയായി നിങ്ങൾ ഇറങ്ങിയാൽ ഉയരത്തിലുള്ള കാര്യം നിങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ചിരിക്കുകയാ. അത് വെളിപ്പെടുത്തി തരുവാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ വേഗത്തിൽ കൊണ്ടുപോകുകയാ. അതിന്റെ പ്രൈസുള്ള 8 വരെയുള്ള വാക്യങ്ങളിൽ കടന്നു വരുമ്പോൾ രണ്ട് ഭാഗമായി പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു, യു പുട്ട് ടു ഡെത്ത് ഓൾ ദീസ് തിങ്സ്. ഒന്ന്, പ്രൈസലോ, അവിടെ ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ ഫോർണിക്കേഷൻ. രണ്ട്, അൺക്ലീൻനെസ്. അവൻ പ്രൈസലോ. അടുത്ത് മൂന്നാമതായി പാഷൻ. നാലാമതായി ഈവിൾ ഡിസയർ. കാക്കോസ് എന്നൊരു ഗ്രീക്ക് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഈവിൾ ഡിസയർ. നമ്മുടെ ചിന്തകളിൽ, ആഗ്രഹങ്ങളിൽ കടന്നുകൂടുന്ന, ജീനിൽ നിന്നും കടന്നു വരുന്നത്. അതിനായി ജീൻ സിസ്റ്റത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ സയൻസ് എടുക്കുന്നതിന് കാരണം ഒരുവന്റെ പ്രൈസുള്ള ഈ ബ്രദറിനെ, പിതാവിനെ കുറിച്ച് മൂന്നാമത്തെ അല്ലെങ്കിൽ ഒരു നാലാമത്തെ അഞ്ചാമത്തെയോ അപ്പനെ കുറിച്ച് എനിക്ക് അറിയണമെങ്കിൽ തന്റെ കൈയുടെ തോലിലുള്ള ഒരല്പം സെലരിക്ക് മതി. അതുകൊണ്ട് പ്രൈസുള്ള എനിക്ക് ചെയ്യാമെന്ന ഇന്നത്തെ സയൻസ് പഠിപ്പിക്കുന്നത്. അതെല്ലാം മനസ്സിലാക്കാം, സ്വഭാവങ്ങൾ മുഴുവനും മനസ്സിലാക്കാം. അങ്ങനെ പിതാക്കന്മാരിൽ കൂടെ കൈമാറുന്ന അവൻ പാപത്തിന് അടിമപ്പെട്ട ജീനിന് ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു ദൂതനിക്ക് വിളിച്ചു പറയണം, എനിക്കും നിങ്ങൾക്കും വേണ്ടി സർവശക്തനായ കർത്താവ് ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, അവന്റെ ജീനാണ് എന്നിൽ കൂടെ വ്യാപരിക്കുന്നത്. ഓ ജഡമേ, നിന്നെ ജയിക്കാൻ ആത്മാവ് എനിക്ക് ശക്തി തന്നിട്ടുണ്ടെന്ന് പറയണം. ഹല്ലേലൂയ. കിളിക്ക് നമ്മുടെ തലയ്ക്ക് മീതെ പറയ്ക്കാം, എന്നാൽ പ്രൈസുള്ള വി എ തോമസ് സാർ പറഞ്ഞതുപോലെ അതിനകത്ത് കൂട് വെക്കണോ വേണ്ട നമ്മൾ തീരുമാനിക്കണം. ഈ ലോകത്തിന്റെ പ്രൈസുള്ള മോഹങ്ങൾ അതെല്ലാം നമ്മുടെ മുമ്പിൽ, അതെല്ലാം മനുഷ്യനും ഉണ്ട്. 85 വയസ്സായ ഒരു അപ്പച്ചനോട് ചോദിച്ച ചോദ്യം, ശ്രീലങ്കയിൽ വെച്ച് ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോട് പറയത്തില്ല. അവൻ താൻ ചോദിച്ച അത്രമാത്രം ഭയങ്കരമായ ഒരു കാര്യമാണ്. അവൻ അറിയാൻ നിങ്ങളോട് പറയുന്നത്. എന്നോട് പറഞ്ഞതാണ്, പാസ്റ്റർ കൗൺസിൽ ആയതുകൊണ്ട്, പാസ്റ്റർ പ്രൈസ് കൗൺസിൽ ചെയ്യുന്നത് കൊണ്ട്, പാസ്റ്റർ ഇങ്ങനെ പ്രൈസ് ശുശ്രൂഷ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ആ തലത്തിൽ കാണുകയാണ്. എന്നിട്ട് താൻ എന്നോട് ചോദിച്ച ചോദ്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അതിന്റെ അർത്ഥം ഫ്ലഷ്ലി ഡിസയേഴ്സ് ശവപ്പെട്ടിയിൽ ഇരുന്നാലും കാണുമെന്നാ ചിലർ പറയും. സ്വതന്ത്രം ശവപ്പെട്ടി എഴുന്നേറ്റ് വന്നവൻ അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്താ പറയുക, മറ്റൊന്നുമല്ലത്. അത് ഈ ജഡം വിട്ടാലും തന്റെ തലമുറയിലേക്ക് കൈമാറുന്ന ഒരു പൈശാചിക വ്യാപാരം ജീനകത്തുണ്ടെന്നുള്ളത് മറക്കരുത്. ഈ നാളുകൾ ജനമൊന്ന് അന്വേഷിക്കണം. കർത്താവേ, എന്റെ പിതാക്കന്മാരുടെ കുറവുകൾ, എന്റെ മാതാവിലുള്ള കുറവുകൾ, അവൻ എന്നിലേക്ക് കയറി വന്ന ചില ശക്തികളുടെ ഒന്നേ ഉള്ളൂ. നീ അതിന് ചെയ്യേണ്ടതിന് അതിന് കുത്തിയിരുന്ന് മുട്ടിന്മേലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിനെ ജയിക്കാനുള്ള, കൊല്ലുവാനുള്ള തയ്യാറെടുപ്പ് മൈൻഡിൽ ഉണ്ടാകണം. അതിനെ നീ ലാലോലിക്കരുത്, പാവത്തെ ലാലോലിക്കരുത്. പാവത്തെ ലാലോലിച്ചാൽ ഓർത്തുകൊള്ളണം, പാമ്പ് അവൻ മടിയിലിരിക്കുന്നത് പോലെ, തീയെ മടിയിൽ വെക്കുന്നത് പോലെ ആയിരിക്കും അതിന്റെ അന്ത്യമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി ചിലതിനെ നമുക്ക് കൊന്നൊടുക്കണം. സഭയിൽ ഫോർണിക്കേഷനോ, സഭയിൽ ഈവിൾ ഡിസയേഴ്സോ, സഭയിൽ പാഷൻ അടങ്ങിയിരിക്കുന്നു, സഭയിൽ പ്രൈസുള്ള കവച്ചസ്നസ് ഉണ്ടോ, സഭയിൽ ഐഡലട്രി ഉണ്ടോ? ഇതിന്റെ എല്ലാ അർത്ഥം എനിക്ക് വ്യാഖ്യാനിക്കണം, പക്ഷെ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. കാരണം നീ ഭൂമിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അതിനെ മരിപ്പിക്കുവാൻ കർത്താവ് വിളിച്ചു പറയുന്നു. പൗലോസ്ലീഹ വിളിച്ചു പറയാം, അടുത്തതും പറയുക, അതിനെ നിങ്ങൾ പ്രൈസിന് ഉരിഞ്ഞു കളയേണ്ടതിനെ. അവൻ മക്കളെ, നിങ്ങൾ ഒരുപക്ഷെ അതില്ലെന്ന് തോന്നിയാലും അടുത്ത ഭാഗം പറയുക, ചിലതിനെ നിങ്ങൾ ഉരിഞ്ഞുകള. കോപം, ക്രോധം, ഈർഷ്യ, പിണക്കം, അവൻ ജാരശങ്ക, ഇതിനെ നിങ്ങളൊന്ന് ഉരിഞ്ഞു കളയണം. ഇന്ന് രാത്രിയിൽ എത്ര പേർ തയ്യാറാകും നിങ്ങളുടെ തലമുറമേലുള്ള ശാപത്തിന്റെ കെട്ടുകൾ അഴിയുവാൻ, അവൻ ബന്ധനങ്ങളുടെ കെട്ടുകൾ അഴിയുവാൻ, കുടുംബത്തിൽ ചില വിടുതൽ നടക്കുവാൻ? എത്ര പേർ പരസ്പരം കുറ്റം പറയാതെ ഒന്ന് പറയും, ഞാൻ അറിയാത്തൊരു ക്രോധം എന്റെ മേൽ കിടപ്പുണ്ട്, ഞാൻ അറിയാത്തൊരു ഈർഷ്യ എന്റെ മേൽ കിടപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉയരത്തിൽ കയറി ചെല്ലാൻ പറ്റുന്നില്ല. ആരാധിച്ചുകൊണ്ട്
ചിലർ പറയാറുണ്ട്, ആരാധിക്കുമ്പോൾ എന്റെ കൈക്ക് പിടിക്കുന്നു, ആരാധിക്കുമ്പോൾ എന്റെ മനസ്സോടി പോകുന്നു, ആരാധിക്കുമ്പോൾ എനിക്ക് വേണ്ടവണ്ണം ആരാധിക്കാൻ സ്തുതിക്കാൻ കഴിയുന്നില്ല. അവൻ സ്തുതിച്ച് ആരാധിച്ചാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അടുത്ത പാപത്തിന്റെ ചിന്തകൾ, സീനുകൾ എന്നെ വല്ലാതെ അറ്റാക്ക് ചെയ്യുന്നു. പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, അത് ഈ താഴ്വരയിലെ ചിന്തയാ, അത് ഈ ഭൂമിയിലെ ചിന്തയാ. ഇന്ന് രാത്രിയിൽ അതിനെ കൊല്ലുവാനുള്ള ഒരു അഭിഷേകം, ദൈവത്തിന്റെ ആത്മാവിന്റെ ഉയർപ്പിൻ ശക്തിയാ നമുക്ക് കൈമാറിയെങ്കിൽ വിളിച്ചു പറയാ, ഞാൻ തോറ്റവനല്ല, ഇതിലൊക്കെയും പൂർണ്ണ ജയം തരുന്ന ഒരു കർത്താവുണ്ട്, അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയട്ടെ. സ്വതന്ത്രം. എന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുന്ന എന്റെ വാക്കുകളെ ഞാൻ പെട്ടെന്ന് ഒടിച്ചു വിടാം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. രണ്ടാമത്തെ സ്റ്റേജ്, നിങ്ങൾ ക്രിസ്തുവിന്റെ വൃതന്മാരാണെങ്കിൽ, ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരാണെങ്കിൽ, അവൻ സൗമ്യതയുള്ളവരായി വിനയമുള്ളവരായി സകലത്തിലും പരസ്പരം ക്ഷമിച്ച്. എങ്ങനെ ക്ഷമിക്കണം? ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. ഈ ഭാഗങ്ങൾ പറഞ്ഞിട്ട് അടുത്ത പ്രൈസിലോ 16-17 വാക്യങ്ങൾ തൊട്ടിങ്ങോട്ട് വരുമ്പോൾ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. ജോലിയല്ല, സമ്പത്തല്ല ഡിറ്റർമൈൻ ചെയ്യുന്നത് സബ്മിസീവ്. ക്രിസ്തുവിന് നിങ്ങൾ അങ്ങനെ അവൻ താഴ്ത്തി ഏൽപ്പിക്കുന്നുവോ അതുപോലെ നിങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചിരിക്കണം. അവൻ ഞാൻ പലപ്പോഴും ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നവർക്കെതിരെ ഞാൻ പറയുന്നു, 1 Corinthians 11 ചില വാക്യങ്ങളോട് പഠിപ്പിക്കാൻ പറ്റുന്നില്ല, ഒന്ന് പറഞ്ഞു വിടാം. അവിടെ 4 സ്റ്റേജിൽ പിതാവിന്റെ പ്രൈസലോ ആമൻ, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല പിതാവായ ദൈവം. പൗലോസിന് എന്തോ ഒന്ന് തോന്നി പറഞ്ഞതല്ല. അടുത്ത വാക്കുകൾ താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, സ്ത്രീകൾക്ക് തലയെ തുണിയിടാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പോയി മുടി കത്തിരിച്ച് കളയട്ടെ, ഷണ്ണനം ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ അതിനെ പ്രീസിലോ ഗടിച്ചു കളയ എന്നൊരു വാക്ക് അവിടെ എന്ന് പറഞ്ഞാൽ അന്നത്തെ വേശ്യ സ്ത്രീകൾ അങ്ങനെയാണ് നടക്കുന്നത്. നിങ്ങൾ അങ്ങനാകാനാ പറഞ്ഞത്, അല്ലാതെ തലേ തുണിയിടാതിരിക്കാനുള്ള ക്രോപ്പടിക്കുന്ന പരിപാടിയല്ല അവിടെ പറഞ്ഞേക്കുന്നത്. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പോ, വേശ്യ പോലെ പോകാനാ പറഞ്ഞത്. അടുത്തത് പറഞ്ഞേക്കുന്നത് അവിടെ തന്നെ പറഞ്ഞു, അവൻ ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു ക്ലോസ് കിടപ്പുണ്ട്. ദൈവത്തിന്റെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രിമാരും തമ്മിൽ വിവാഹം കഴിച്ചു. ഇതിനെ കൈമുതലെടുത്ത നെഫിലിം എന്ന് പറയുന്ന ദുഷ്ട ദൂതശക്തികൾ, വീണുപോയ ദൂതശക്തികൾ, അവൻ വിശുദ്ധി വിട്ടുപോയ ജനത്തിന്റെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് അവർക്കുണ്ടാകുന്ന സന്തതികളെ മുഴുവനെയും മല്ലന്മാരാക്കി അക്കാലത്ത് ഏറ്റവും ബുദ്ധിയുള്ളവരാക്കി മാറ്റി എന്ന് പറയുന്നു. പക്ഷെ ആ ബുദ്ധി ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ളതാ. ഏതെങ്കിലും സംശയമുണ്ട് പിന്നെ എന്നോട് ചോദിക്കണം. അവൻ ദൈവത്തിന് വിരുദ്ധമായി മാറ്റി, അവർ മല്ലന്മാരായി മാറി, അവർ കർത്താവിന് വിരുദ്ധമായി മാറി. സ്വതന്ത്രം. ഈ കാലത്ത് മറക്കരുത്, നീ പിടിച്ചിരിക്കുന്ന ഉപദേശത്തിൽ നിന്ന് പോയാൽ, വചനത്തിൽ നിന്ന് പോയാൽ, അവരിവരും പറയുന്നതല്ല, വചനമാ നിന്റെ വലുത്. ക്രിസ്തുവിൽ സകല സമ്പൂർണതയും ഉണ്ടെങ്കിൽ ലോകത്തിന്റെ പഠിപ്പിനേക്കാൾ, ലോകത്തിന്റെ ബ്രേസിലെ ചിന്തകളെക്കാൾ നിന്നെ ചിന്തിപ്പിക്കേണ്ട ഒറ്റ കാര്യം, എനിക്ക് വേണ്ടി വീണ്ടെടുത്ത ഒരുവനുണ്ട്, നമുക്കൊരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. അവൻ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ കിടക്കുമ്പോൾ താൻ കണ്ടത് താഴ്ചയിലുള്ള ഒരു ക്രിസ്തുവിനെ അല്ല. അവൻ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ കരഞ്ഞ് നിലവിളിക്കുന്ന യോഹന്നാൻ അവൻ ആത്മാവിൽ ദർശിക്കുമ്പോൾ ഉയരത്തിൽ ഒരു കാഴ്ച കാണുകയാ. ആ കാഴ്ച മറ്റൊന്നുമല്ല, തനിക്ക് വേണ്ടി കരയുന്ന ഭക്തന് വേണ്ടി അവൻ താഴ്ച ഭൂമിയിലാണ് കിടക്കുന്നതെങ്കിലും അവൻ ഉയരത്തിൽ സ്വർഗത്തിലിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ആത്മാവിൽ ഉയരുമ്പോൾ അവൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ദാവീദിന്റെ പേരായവൻ, അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ, ഹല്ലേലൂയ, അറുക്കപ്പെട്ട കുഞ്ഞാടായി വീണ്ടെടുപ്പിന്റെ നായകൻ അവന്റെ മുമ്പിൽ വെളിപ്പെട്ട് യോഗ്യനായി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്കുള്ള യോഗ്യത, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഭൂമിയിലുള്ള യോഗ്യതയല്ല, അതിനേക്കാൾ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിന്റെ യോഗ്യത ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ദൈവം കൈമാറാൻ ആഗ്രഹിക്കുന്നു. എത്ര പേരതിനായി ആഗ്രഹിക്കുന്നു? മരിക്കേണ്ടതിനെ കൊല്ലുവാൻ, കൊല്ലേണ്ടതിനെ കൊല്ലുവാൻ, ചാവേണ്ടടുത്ത് ചാകുവാൻ, ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കുവാൻ, പൊറുക്കേണ്ടത് പൊറുക്കുവാൻ, തമ്മിൽ ഐക്യമത്യമുള്ളവരായി ആത്മാവിൽ പാടുവാൻ എത്ര പേർ തയ്യാറാകും? കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, അവൻ പിന്നെ പുതുയുഗം വിരിയും. അവനെന്നുള്ള പാട്ട് നമ്മൾ പാടിക്കർത്താവിനെ സ്തുതിക്കും.